ഇമാര് കയറിപ്പോകുന്ന വഴികളൊക്കെ നോക്കി, ഇതേപോലത്തെ വഴികളാണ് ഇമാര് കയറി പോകുന്നത്. ഹായ് ഹായ്, എവിടെ എസ്കേപ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് മാമലക്കണ്ട അല്ലേ? അതെ, നമ്മള് ഇതിലെ വഴി ഇങ്ങനെ കയറി വന്ന് നിങ്ങളുടെ ബാക്ക് നോക്കി അറിയാം. മാമലക്കണ്ട ഫോറസ്റ്റ് വഴി കയറി ചെറിയൊരു റോഡ് ട്രിപ്പ് അല്ലേ? അതെ, ഒരു ഫോറസ്റ്റ് ട്രിപ്പാണ്. അപ്പൊ കയറുവാണ് അകത്തോട്ട്. പോകുന്ന വഴിക്ക് എനിക്ക് ഓരോരോ കാഴ്ചകൾ കാണിച്ചു തരാം. മാമലക്കണ്ടം ഹൈസ്കൂളിന് അടുത്ത് തന്നെ നമുക്കൊരു വേണ്ടപ്പെട്ട ഒരു ഹോം സ്റ്റേ ഉണ്ട്. സ്വന്തം നമ്മുടെ അരുൺ ചേട്ടൻ ഞങ്ങളെപ്പോ വന്നാലും സപ്പോർട്ട് ചെയ്യുന്ന അരുൺ ചേട്ടനാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഞങ്ങള് അന്ന് വന്നപ്പോൾ ഒരു സ്റ്റേ എടുത്തായിരുന്നു കേട്ടോ, വെള്ളച്ചാട്ടം കളക്കായിട്ട്. ഇപ്പൊ വെള്ളമൊന്നും ഇല്ല അവിടെ. ഇപ്പൊ ചെറിയൊരു പ്രോപ്പർട്ടികൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് നോക്കാം. ഫാമിലി ആയിട്ടൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേ അടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഒരു പഴമയോടുകൂടിയല്ലേ ഇവിടെ തന്നെ ഒരു മലയൊക്കെ ഉള്ള ഒരു ടൈപ്പാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. മാമലക്കണ്ട ഹൈസ്കൂളിന്റെ തൊട്ടടുത്തായിട്ട് ബാക്ക് സൈഡിലല്ലേ. ഇവിടുന്നുള്ള വ്യൂ ഒക്കെ അറിയണം. ഇങ്ങനത്തെ മലയൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെ നല്ല ഒരു ശാന്തമായ ഒരു വീടിന്റെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അന്തരീക്ഷം തന്നെ. ഇത് ജാതിക്കല്ലേ? ജാതി കണ്ട, ജാതിയൊക്കെ. ജാതി പിന്നെ ജാതിക്കൊക്കെ ഇഷ്ടംപോലെ പിടിച്ചിടക്കുന്നുണ്ട്. നല്ലൊരു കാമൻ കോയിറ്റ് അന്തരീക്ഷമാണ്. ഞങ്ങൾ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നേരെ ഞങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു ഇറങ്ങി. ആളിവിടെ ഇല്ല കേട്ടോ, തിരക്കാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് കയറി കണ്ടു. ചേട്ടൻ എന്ത് സപ്പോർട്ടിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരും. മാമലക്കണ്ടത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്ന് കയറി കറങ്ങിയൊക്കെ പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീപ്പ് സഫാരി ഉള്ള കാര്യങ്ങൾ ചേട്ടൻ ഇവിടെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അടുത്ത സ്ഥലത്ത് പോട്ടെ. ഇവിടെ ഇറങ്ങി പോകുന്ന വഴിക്കൊക്കെ ഈ സൈഡിലൊക്കെ ഫുള്ള് ജീപ്പ് സഫാരി ഉണ്ട്. എല്ലായിടത്തും ജീപ്പ് സഫാരിയാണ്. മാമലക്കണ്ടം ഓഫ് റോഡ് ജീപ്പ് സഫാരി പോയിന്റ്. ഇവിടെ ബുക്കിംഗ് സെന്റർ ഉണ്ട്. 4x4 വണ്ടികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പാർക്കിങ്ങുകളുണ്ട്. പിന്നെ കണക്കിന് ഇവിടെ ബുക്കിംഗ് സെന്റർ ഇവിടെ തന്നെയാണ്. നമുക്ക് ഇവിടെ മാത്രമല്ല, ആ ഒരു സ്കൂളിന് അങ്ങോട്ട് പോയാലും 40ഓളം വണ്ടികളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ആ പ്രോപ്പർട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേറൊരു ലൊക്കേഷനിൽ വേറൊരു സ്പോട്ട് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഫുള്ള് റബ്ബറും തോട്ടമാണ്. എന്താണ് അവിടെ ഇപ്പോഴത്തെ സെറ്റപ്പ് എന്ന് നോക്കാം. വണ്ടി ഇടാൻ പറ്റുമോ? ഇവിടെയൊക്കെ എനിക്ക് വെള്ളമൊക്കെ ഇവിടെയൊക്കെ വെള്ളം വരുന്ന സ്ഥലമുണ്ട്. അടി കൂടെയൊക്കെ വെള്ളം പോകുന്നു. ഞാൻ മുകളിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വണ്ടി ഇവിടെ സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകണം. ഇവിടെയൊക്കെ മൊത്തം മോശമായിട്ടുള്ള റോഡാണ്. ഇതൊരു സാധനം കണ്ട, നമ്മുടെ വയറല്ലേ പോകുന്നത്. ഇത് മലയുടെ മുകളിൽ നിന്ന് വെള്ളം പോകുന്നത് കണ്ട. ഒരു വീട്ടിലോട്ട് വെള്ളം ഇങ്ങനെ പോകുന്ന പൈപ്പാണ് കാണുന്നത്. നല്ല വെള്ളമായിരിക്കും അത്. നമുക്ക് പോയി നോക്കാം കേട്ടോ. അവിടെ താഴെ വെള്ളം കാണുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ വീട്ടിലോട്ട് ചോദിച്ചു നോക്കട്ടെ. അപ്പം ഞങ്ങൾ നടക്കുവാണ്. നല്ല ചൂടുണ്ട്. ഈ ഒരു 12:40 നല്ല ഈ സമയമുണ്ട്. നമ്മൾ മഴ സമയത്തൊക്കെ വന്നാൽ നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടെ. അടിപൊളി ക്ലൈമറ്റ് ആണ്. താഴോട്ടാണ് വെള്ളച്ചാട്ടം. എന്തായാലും ഒന്ന് നോക്കാം. ഇപ്പോഴേ അങ്ങോട്ടാണ് ജോഗ്രഫി വെച്ചിട്ടല്ലേ വെള്ളച്ചാട്ടം നടക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ ബെസ്റ്റ് സ്ഥലം. പക്ഷെ വെള്ളം ഉണ്ടോ ഒഴുക്കുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിന് മുന്നേ വന്നപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. വെള്ളത്തിന് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കട്ടെ. എന്തായാലും ഇവിടെ ഇച്ചിരി വെള്ളമൊക്കെ കാണുന്നു. ഒഴുക്ക് കുറവാട്ടാ. ആ സ്ഥലത്തെത്തി. വെള്ളം കുറവാണ് ഈ സമയത്ത്. ഇപ്പം ചൂടൊക്കെ അതുകൊണ്ട് വെള്ളം കുറവാണ്. ഇങ്ങോട്ടൊക്കെ കഴിക്കും വെള്ളം. ഞാൻ ആ സ്പോട്ടിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പുറത്ത് ഫുള്ള് ഹീറ്റൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തൂടെ കയറി അകത്തോട്ടൊക്കെ പോയായിരുന്നു. പിന്നെ ഇതിലെ നേരെ നടക്കുകയാണെങ്കിൽ നല്ലൊരു സ്പോട്ടുണ്ട്. ഇതിലെ സൈഡിൽ നടക്കാമെങ്കിൽ ഇതിലെ സൈഡിൽ നടന്ന് നമുക്ക് അങ്ങ് പോകാൻ പറ്റും. ഇവിടെ ഹീറ്റൊക്കെയാണ്. ഞങ്ങൾ ഇവിടെയാണ് കുളിച്ചത്. അവിടുന്ന് ഇതൊന്ന് മഴയൊക്കെ ഉള്ള സമയത്ത് അവിടെ നല്ലത് വരുമെന്ന് അവിടെ പോകാം. ഈ വെള്ളത്തിന്റെ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ, പെട്ടെന്ന് കൂടും വെള്ളം. ഞങ്ങൾ രണ്ടും കൂടെ ഈ ഒരു വഴി പോയി നോക്കുവാണ്.
അടിപൊളി ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തും കേട്ടോ ഇതിലെ പോയാൽ. ഈ നല്ലൊരു സൈഡിലൊക്കെ പ്രദേശമാണ്, പാറയൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റാണ് ഇവിടെ. ഈ സൈഡിലൊക്കെ ഫുള്ള് വെള്ളമാണ്. ഞങ്ങളന്ന് വന്നപ്പം ഞങ്ങളുടെ ഹോം സ്റ്റേ എന്നുള്ള ഞങ്ങളുടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, നാടൻ പട്ടിയാണ്. അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അത് ഫ്രണ്ട് നടന്ന് ഞങ്ങളെ ഈ സ്ഥലങ്ങളെ കൊണ്ട് കാണിച്ചായിരുന്നു. അത് അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. അതിപ്പോൾ ഇല്ല അവിടെ. ഫുള്ള് ഈറ്റക്കാടെ വേണ്ട, ഞാൻ ഈറ്റ. ആ ഡോഗിനെ കൂടെ കാണാൻ പറയാൻ ഞങ്ങൾ വന്നത്, പക്ഷേ ഇന്ന് ഗൈഡ് ചെയ്യാൻ അവനില്ല കൈസ്. അയ്യോ ഇതേ ഫുള്ള് പറ. എനിക്കൊന്ന് മഴ പെയ്യുമ്പം ഇവിടെയൊക്കെ ഫുള്ള്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മഴ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ഇതിലൂടെ ഞങ്ങൾ നടന്നത് വെള്ളത്തിൽ കൂടെ നടന്നത്. നമ്മൾ ഇത്ര ചൂടത്തൊന്നുണ്ട്, ഇവിടെ നല്ലൊരു തണുപ്പ് അന്തരീക്ഷം. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് പാറ. അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ചെന്ന് ചേരുന്ന വലിയൊരു സ്ഥലത്താണ് കേട്ടോ. ഭയങ്കര വലിയ കുഴി പോലെയാണ്. വെള്ളമുള്ള സമയത്ത് വരുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങരുത് കേട്ടോ, ഭയങ്കര ആഴമായിരിക്കും. നമുക്ക് കാണാൻ പറ്റത്തില്ല എന്താണ് ഇവിടെ ഉള്ളതെന്ന്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാം. ഇപ്പോൾ ഈ വഴിയൊക്കെ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു മഴ ഉള്ള സമയത്ത് നല്ലതായിരിക്കും, നല്ല തണുപ്പായിരിക്കും കേട്ടോ ഈ വെള്ളം. ഇപ്പോൾ അപ്പുറത്തോട്ട് ഫുള്ള് ഈറ്റക്കാടാണ് കേട്ടോ. ഇതിലെ വഴി നടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡയറക്റ്റ് അതിരമ്പള്ളി അങ്ങോട്ടുള്ള ഫോറസ്റ്റൊക്കെ കയറി പോകാൻ പറ്റുമെന്നാണ് പണ്ടൊരു ചേട്ടൻ പറഞ്ഞത്. ഫോറസ്റ്റ് കണക്റ്റാണ് ഇത് ഫുള്ള് കിടക്കുന്നത്. നല്ല തണുപ്പ്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങരുത്. വെള്ളം അത്യാവശ്യം ഉണ്ട് കേട്ടോ, കോരി കുളിക്കാനുള്ള വെള്ളമുള്ളത്. എന്നാലേ ഇറങ്ങിയൊക്കെ അവിടെ ഇറങ്ങാൻ പറ്റും, അവിടെ ആഴമുണ്ട്. അവിടെയൊക്കെ നല്ല രസമുണ്ട്, നല്ല കണ്ണീര് പോലത്തെ വെള്ളം. ഇങ്ങോട്ട് നമുക്ക് നടക്കുമ്പോൾ നോക്കാം. ഇതൊക്കെ പാറയാണ് കേട്ടോ, നമ്മളോർക്ക് മണ്ണാണ്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. നടന്നു പോകുമ്പോൾ എനിക്ക് കുറേ കുഴികളൊക്കെ ഉണ്ട്. വഴുക്കലെന്ന് പറഞ്ഞാൽ അപാര വഴുക്കലാണ് വെള്ളമുള്ള സമയത്ത്. ഇതിലൂടെ അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. കുറേ മീനുകളൊക്കെ കിടക്കും. അപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ട്. അതെ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണേ. ഇവിടെ എല്ലായിടത്തും പാറയാ. ഇവിടെ വഴി വെള്ളം ഒഴുകുന്ന സമയം ഒരു ജൂൺ ജൂലൈ സമയത്തൊക്കെ അല്ലേ, മഴ സമയത്തൊക്കെ നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ക്ലൈമറ്റുമാണ് ഇവിടെ, നല്ല വെള്ളവുമായിരിക്കും. ഇവിടെ ഞാൻ നടക്കാൻ പറ്റത്തില്ല ഇവിടെ. ഞങ്ങളൊന്ന് ഭയങ്കര പാടുപെട്ട് അങ്ങ് നടക്കുന്ന സ്ഥലം വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അങ്ങ് കുറച്ച് പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട്, അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് കറക്റ്റ് പറഞ്ഞാൽ മാമലകണ്ടത്തു നിന്ന് കുട്ടമ്പുഴ വന്നിട്ട് നേരെ വരുമ്പോഴത്തേക്കും ഒരു റൈറ്റിലേക്കൊരു ടേണിംഗ് ഉണ്ട്. അവിടെ താഴത്തേക്ക് വരുമ്പോഴാണ് ഈ വഴി. നമ്മളെന്താ ചന്ദ്രനെ വന്നാടാ. ഇത് നോക്കി, ഈ കുഴികളൊക്കെ നോക്കി. ഈ കുഴിയൊക്കെ അപാര കുഴികളാണ്. ഈ കുഴിയുടെയൊക്കെ വലിപ്പം നോക്കി. ആഴം നോക്കിയിട്ട് ചേട്ടൻ ആഴം നോക്കിട്ടോ. ഇവിടെ നല്ല ഒഴുക്കാണ് കേട്ടാ. എന്തായാലും നല്ല ആഴമുണ്ട്. ഇവിടെയൊക്കെ നല്ല അവിടെ വെള്ളമുണ്ട്, കുളിക്കാൻ പറ്റിയ വെള്ളം. ഇവിടെ കഴിക്കും. ഇതെല്ലാം നല്ല ഇവിടെ ഈ സൈഡിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. ഈ വെള്ളം ചെന്ന് പതിക്കുന്നത് അവിടെയാണ് കേട്ടോ. അവിടെ സർക്കിളായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ നല്ല വെള്ളമുണ്ട്. അവിടെ കുറെ പിള്ളേർ കുളിക്കുന്നുണ്ട്. പിള്ളേരെ കുറെ കുളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കട്ടെ. ഹായ് ഗായ്സ്. അതെ, യൂട്യൂബ് ചാനൽ. എങ്ങോട്ട്? ആലപ്പുഴ. ആലപ്പുഴ. നിങ്ങൾ ഇവിടെ ഉള്ളതാണോ? ഇവിടെ തന്നെ ഉള്ളതാണോ? ചാടി നീന്തുവോ നിങ്ങൾ? ചാടി നീന്തുവോ? ഒരേപോലെ ചാടി ആഴമുള്ളതാണോ? ഒരു ഷോർട്സ് എടുക്കാനാ? ചാടുവാ? ഞങ്ങൾ ചുമ്മാ നോക്കാന്ന്. നിങ്ങളൊക്കെ നീന്തറിയാനാണോ? എവരിഡേ എസ്കേപ്സ്. ഇതൊക്കെ ആഴമുണ്ടോ? അല്ല ചെറുതാണോ? ഓ എന്താ അവിടെ പോയിക്കേ. നമ്മളെ പിള്ളേരോട് അടിച്ച് പൊളിക്കണം കേട്ടോ. എൻജോയ് ആണ്. നമുക്ക് രണ്ട് കൊതിയാവുന്നുണ്ട്. ഇവിടെ നല്ല ആഴോ? നല്ല രസമുണ്ട് കേട്ടോ. നീന്തലറിയാവുന്നതിന് മാത്രമേ ഇറങ്ങാവുള്ളൂ. അതെ, പിള്ളേർ ചാടി കുളിക്കുന്നുണ്ട്. അത് നല്ല നീന്തലറിയാൻ കേട്ടോ. ഇവിടെ ഉള്ള പിള്ളേർ തന്നെയാണ്. അമ്മ സീരിയോടെ കുളിക്കുന്നത്. ഓടുന്നുണ്ടോ? നല്ല അത്യാവശ്യം ആഴമുണ്ടല്ലേ? നമ്മുടെ ഒരു പയ്യനോട് ചാടാൻ റെഡിയായിട്ടിരിക്കുക. നീ ചാടുന്നുണ്ടോ?
നല്ല ആളുണ്ട്, നല്ല ആളുണ്ടോ? അതുകൊണ്ടല്ലേ നല്ല രസമുണ്ട്. കണ്ട അവര് ചാടി ആ ചൂടത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ചാടി കുളിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പാടാ. അത് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ചാടിക്കളാ നിങ്ങൾ പിള്ളേരൊക്കെ ഇവന്റെ പിള്ളേരൊക്കെ അറുമാദിക്കാണ്. എടാ അങ്ങോട്ട് അകത്തോടെ കാടാണ്. ആ ഓക്കെ. അവർക്ക് പരിചയമുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് അവന്മാർ ഒരു പേടിയില്ല ചാടുന്നത്. പുറത്തുനിന്ന് ആരും ഒന്നും ട്രൈ ചെയ്യരുത്. അവർ സ്ഥിരം ഇവിടെ കുളിക്കുന്നത്. അവന്മാർക്ക് പേടിക്കണ്ട. എല്ലാം നല്ല നീന്തൽ അറിയുന്ന പിള്ളേരാ. ചാടിയോ? ആ അത്ര നീ അവിടെ നിൽക്കുവാണോ? അവിടെ അത്ര ഉണ്ടല്ലേ? കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങണം. അവൻ നിൽക്കുന്ന ആളെ കണ്ടിട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. ആഴം കുറവുള്ള സ്ഥലത്ത് അവിടെ ഉണ്ട്. അവൻ നിൽക്കുന്ന അതാണ്. അവിടെ ഇറങ്ങിയാ കുളിക്കാം. അവിടെ നല്ല ആഴോ? അവിടെ എത്ര ആഴുണ്ട് കേട്ടാ? അവൻ മുങ്ങിപ്പോത്ര ഉണ്ട്. അവന്റെ കൈയുടെ അത്ര. ഈ ചൂടത്ത് ഇത്രയും വെള്ളമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആശ്വാസം കേട്ടോ. അവൻ അടിയിൽ നിന്ന് നീന്തി അവൻ അപ്പറേ പോയി. അവൻ ഒഴുക്ക് നിർത്തില്ല, എതിര് നീന്തോടാ. അതെന്തോടാ? അടുത്തതായിട്ട് ചെയ്യാൻ പോണേണ്ടാ. കൊള്ളാങ്ങള സൂപ്പർ. നീ അതിന്റെ റിങ്ങുകളും പോങ്ങാ. എല്ലാരും ഇവിടെ ഡെയിലി കസരത്താട്ടാ. ഇവിടെ അടിച്ച് പൊളിക്കുകയാണ്ടാ. ആ വളയം അവൻ വെള്ളത്തിലിട്ട് ആ വളയത്തിന്റെ അകത്തൂടെ ചാടി. ഇല്ല, വേവട്ടം വരുവാ. വേവട്ടം വന്നിട്ടില്ല. വേവട്ടം വരും. ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇല്ലടാ 1K ആയിട്ടുള്ളടാ. വാവ്. ഇന്ന് രാഹുലാണ്. ഒരു രാഹുലിനെ എനിക്ക് കിട്ടി. അതെ, അവൻ ആ വളയത്തിൽ കൂടെ ചാടാൻ പോണേ. കണ്ടാ ആ വളയം ഇട്ടിട്ട് ആ വളയത്തിന്റെ അതൂടെ ചാടുന്നു. ദേ പോകുന്നു ആള്. ദേ പോകുന്നുണ്ട്. എന്തുവാ നിന്റെ പേരെന്തുവാ നിന്റെ? അഭിജിത്ത്. അപ്പോൾ ഗൈസ്, പിള്ളേരെ എന്നെ ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാം. എല്ലാരും പേരെന്തൊക്കെയാടാ? ഡോണാ? ഡോൺ. അഭിജിത്താ? ഷിൻഡോ? രാഹുൽ? അഭിനവ്. എന്റെ പേരുള്ള ഇതാണ്. വാ, ഇതാണ് കുമാരൻ എന്നെ എവിടെയോ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നല്ല സ്പോട്ടാണ്. പേരറിയില്ല. ഇതാണ് ഞങ്ങള് പോകുന്ന സ്ഥലം. മണ്ട കയറി നല്ല വ്യൂ കിട്ടും.